ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കും. കേസിൽ കേന്ദ്ര ഏജൻസികളും വിവരശേഖരണം തുടങ്ങി. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെക്കുറിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദിച്ചുവെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറഞ്ഞു. 200ഓളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി തീരുവ നൽകാതെ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. 36 വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കസ്റ്റംസിന് കണ്ടെത്താനായിട്ടുള്ളത്. മറ്റു വാഹനങ്ങൾക്കായുള്ള പരിശോധന തുടരും. ദുൽഖർ സൽമാൻ ഇത്തരത്തിൽ 4 വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കണ്ടെത്താനായിട്ടുള്ളത്. മറ്റു വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് നോട്ടീസ് നൽകും. ദുൽഖറിന്റെ പിടിച്ചെടുത്ത വാഹനത്തിന്റെ രജിസ്ട്രേഷനിലും കസ്റ്റംസിന് സംശയമുണ്ട്. വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 28 വർഷം പഴക്കമുള്ള വാഹനത്തിന് 2038 വരെ ഫിറ്റ്നസും കാണിക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിലടക്കം ക്രമക്കേട് നടത്തിയെന്നാണ് സംശയം. തന്റെ ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തതെന്നും അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ചുവെന്നും നടൻ അമിത് ചക്കാലക്കൽ പ്രതികരിച്ചു. വർക്ക്ഷോപ്പിൽ കിടന്ന പല ആൾക്കാരുടെ വണ്ടികളാണത്. അതായത് ഓണേഴ്സ് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഓണേഴ്സ് അതിന്റെ ഒറിജിനൽസും അവർക്കുള്ള ഡോക്യുമെന്റ്സും വന്ന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വണ്ടികൾ പണിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്, ആ ഗാരേജ്, അവിടെ എന്റെ കെയർ ഓഫിൽ വന്ന വണ്ടികളാണ്. അതേസമയം കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ NIAയും EDയും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ച് കസ്റ്റംസ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അമർഷമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകേണ്ടെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. മീഡിയ 1 കൊച്ചി.